ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ജീൻസിനൊക്കെ പറ്റിയൊരു ടോപ്പ്, ക്രോപ്പ് ടോപ്പ് പോലത്തെ അങ്ങനെയുള്ളൊരു ടോപ്പാണ് കേട്ടോ. ജീൻസിനും സ്കേർട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ടോപ്പാണ് ഇന്ന് നമ്മൾ കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൽ കട്ടിങ് വീഡിയോ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഇന്ന് നമ്മൾ കട്ടിങ് വീഡിയോ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൽ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മളിനി ഒത്തിരി വെറൈറ്റീസൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇതുപോലെ തന്നെയാണ്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേറെ വേറെ ആയിട്ടാവും ചെയ്യുന്നുണ്ടാവുക, പക്ഷേ അടുത്തടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള ക്ലോത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നൈറ്റ് മെറ്റീരിയലാണ്. അത് കട്ട് ചെയ്ത് ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഒരു 32 ഇഞ്ച് 33 ഇഞ്ചോളം ലെങ്ത്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിന് വേണ്ടിയിട്ട്. പിന്നെ വിഡ്ത്ത് വന്നിട്ട് ഒരു 22 ഇഞ്ച് വിഡ്ത്താണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ബാലൻസ് വന്ന ഈ ഒരു ക്ലോത്താണ്, കുഞ്ഞൊരു പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഞാനിതൊരു 10 വയസ്സായ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. വളരെ ചെറിയ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനെ ഞാൻ 4 ആക്കിയിട്ട് മടക്കി ഇടുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കട്ടിങ് വളരെ എളുപ്പമാണ്. സ്റ്റിച്ചിങ് അതെ കേട്ടോ, അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇത് അറിയാവുന്നവരുണ്ടാവും, അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. ഇത് തുടക്കക്കാരായിട്ടുള്ള അമ്മമാർക്കൊക്കെ വീട്ടിലിരുന്ന് മക്കൾക്ക് ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് കയറി ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മനസ്സിലാവാത്ത അറിയാതിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലെങ്ത്തും വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് ചെസ്റ്റ് അളവൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ ലെങ്ത്ത് ഞാൻ ഇതിൽ നിന്നാണ് കേട്ടോ ലെങ്ത്ത് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലെങ്ത്ത് എനിക്ക് ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് എനിക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെസ്റ്റും ബാക്കിയുള്ള അളവുകളൊക്കെ നമുക്ക് അറിയാമല്ലോ. നമ്മുടെ മക്കളുടെ നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ടോപ്പ് തന്നെയാണ് കേട്ടോ. ജീൻസിന് വേണ്ടിയിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു റയോൺ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് ലെങ്ത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. 17 ഇഞ്ചാണ് ആ ടോപ്പിൽ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത്ത് ഞാൻ കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലാകെ 17 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ നമുക്കൊന്ന് നീളം കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടോപ്പ് കയ്യിലുണ്ട്, അങ്ങനെ ഒരു ടോപ്പ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവുകൾ എടുത്തിട്ട് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അളവുകൾ എടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇപ്പോൾ അളവുകൾ എങ്ങനെ എടുക്കാം, ഒരു ബോഡി മെഷർമെൻറ്റ് എങ്ങനെ എടുക്കണമെന്നുള്ളത് ഞാൻ കാണിക്കുന്നില്ല. അളവുകൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ അളവുകൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല വശത്തേക്ക് ടോപ്പിനെ മറിച്ചിട്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വെച്ചിട്ട് ചെയ്തെടുക്കാം. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത്. പിന്നെ ഞാൻ എന്താ അവിടെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 5.5 ഇഞ്ച് ഞാൻ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5.5 ഇഞ്ച് തന്നെ എം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എം ഹോളും ഷോൾഡറും ഏതാണ്ട് എല്ലാ ഡ്രസ്സുകൾക്കും ഒരുപോലെ തന്നെയാണ് എടുക്കുന്നത്. അഥവാ സാരി ബ്ലൗസൊക്കെ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് അതിൽ ഒരു ചേഞ്ച് വരുത്തുന്നത് കേട്ടോ. പിന്നെ ഞാൻ ചെസ്റ്റ് അളവ് എനിക്ക് 24 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ 6 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇനി അടുത്തത് വേണ്ടത് വേസ്റ്റിൻ്റെ അളവാണ്. വേസ്റ്റിൻ്റെ ലെങ്ത്ത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 12 ഇഞ്ചൊക്കെ വേസ്റ്റിൻ്റെ അളവ് മതിയാവും. മാർക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. വേസ്റ്റിൻ്റെ ലെങ്ത്താണ് 12 ഇഞ്ച് എടുക്കുന്നത്. അതിൽ നമുക്ക് വിഡ്ത്ത് എടുക്കുന്നത് നമ്മളിപ്പോൾ 6 ഇഞ്ച് ആദ്യം എടുത്തില്ല ആ ചെസ്റ്റ് അളവ്, അതിൻ്റെ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 5.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 5.5 ഇഞ്ചും പിന്നെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 1.5 എടുത്താലും മതി കേട്ടോ. പിന്നെ ഇനി നമുക്ക് താഴോട്ടേക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല. നമുക്ക് ആദ്യം എടുത്ത അളവ് എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് ചെരിച്ചൊന്ന് വരച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് ഇതെല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എം ഹോളൊന്ന് ഇതേപോലെ കുഴിച്ച് ഉള്ളിലോട്ടൊന്ന് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കർവ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു പോർഷൻ അവിടെ നിന്ന് ഇതേപോലെ ഉള്ളിലോട്ട് ഇത്തിരി ഒന്ന് കയറ്റി വരച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഈ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന്
വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നമ്മൾ നീക്കി വരച്ച് നമുക്ക് വലിയവർക്ക് ചെയ്യുന്നത് പോലെ ആ ഒരു ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് ഒരുപാട് നീക്കി വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ നീക്കിയിട്ട് വരച്ച് കൊടുത്താൽ മതി, മാർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 8 ഇഞ്ച് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. 2 ഇഞ്ച് എക്സ്ട്രാ ഒക്കെ എടുക്കുന്ന വിധത്തിൽ 8 ഇഞ്ചോളം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ കുട്ടികളല്ലേ, കുറച്ച് വയറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം, മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയുള്ള നമുക്കിതിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഞാൻ താഴെ കുറച്ച് ഫ്രിൽസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിനൊക്കെ കുറച്ചുകൂടെ ലെങ്ത്ത് കൂട്ടിയെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിന് താഴേക്ക് കുറച്ച് ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതിൽ സൈഡ് പീസാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതല്ലാതെ ഇനിയും ഒരുപാട് മോഡൽസ് നമുക്ക് ജീൻസിനായാലും അതുപോലെ തന്നെ ലെഗിൻസിന് പറ്റിയ ടോപ്പുകൾ, പിന്നെ സ്കേർട്ടിന് പറ്റിയ ടോപ്പുകൾ, ജീൻസിനും സ്കേർട്ടിനൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പുകളൊക്കെ നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുക കേട്ടോ. ആദ്യം കട്ടിങ് വീഡിയോ എടുക്കും, പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് വീഡിയോ ഇടാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴും നിങ്ങൾക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാമല്ലോ. പിന്നെ ഒരുപാട് നേരം വീഡിയോ കണ്ട് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ ബാലൻസ് വന്ന ആ ക്ലോത്തിനെ ആ ഒരു എത്രയാണ് വീതി വരുന്നത്, ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് ചെറിയ പീസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വീതിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതൊരു 3 ഇഞ്ചോളം വീതി വരുന്നുണ്ട്. ആ വീതിക്ക് അനുസരിച്ചിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ആ ഒരു വീതിക്കാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതിലിപ്പോൾ ഒരു 4 പീസോളം ഉണ്ടാവും. കാരണം നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ വെച്ചിട്ടുള്ളത്. ആ 4ആക്കി മടക്കിയിട്ടുള്ള ആ ഭാഗമാണല്ലോ. അപ്പോൾ 4 പീസ് ഉണ്ടാവും. ഇത് മടക്കി വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഒരു ലെങ്ത്തിൽ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു താഴോട്ട് വേണ്ട രീതിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 4 പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്ലേറ്റ്സ് ഇട്ടെടുക്കാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ, മെറ്റീരിയൽ ഉണ്ട് നമുക്ക് താഴോട്ടേക്ക്. അത്രയും ഭാഗം നമുക്ക് പ്ലേറ്റ്സ് ഇട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഇതിൽ ഒരു 8 പീസോളം വരുന്നുണ്ട്. ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ ഇതിൽ 8 പീസോളം വരുന്നുണ്ട്. മറ്റേലാണെങ്കിൽ 4 പീസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ പ്ലേറ്റ്സ് ഇട്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഇത്രയും ഭാഗങ്ങളാണ് ഇനി ബാക്കിയുള്ളത്, അത് കളയരുത് കേട്ടോ. ഇങ്ങനെ കുറച്ച് മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ എത്ര ബാലൻസ് വന്ന പീസ് ഉണ്ടെന്നുണ്ടെങ്കിലും അതങ്ങോട്ട് മാറ്റി വെക്കണം. നമുക്ക് ക്രോസ് പീസിനും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ഒരു മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2.5, 2.25, 3 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിതിൽ ബോട്ട് നെക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു 3 ഇഞ്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല. താഴോട്ട് വല്ലാതെ ലെങ്ത്ത് കൊടുക്കുന്നില്ല, അത് കാരണം കുഴപ്പമില്ല കേട്ടോ. സാധാരണ 2.5 ഇഞ്ച് വിഡ്ത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4.5 ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കാറുള്ളത് കേട്ടോ. മോളുടെ ഡ്രസ്സുകൾക്ക് എല്ലാതും ഇപ്പോൾ സ്ക്വയർ നെക്കോ അല്ലെങ്കിൽ റൗണ്ട് നെക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. ഇത് ബോട്ട് നെക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഒരു 3 ഇഞ്ചൊക്കെ എടുക്കാറുണ്ട്. 3.5 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. താഴോട്ട് ഒരു 3.5 ഇഞ്ച് ലെങ്ത്തും കൊടുത്തു, വിഡ്ത്ത് ഒരു 3 ഇഞ്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. രണ്ടും നമ്മൾ ഷോൾഡർ സെപ്പറേറ്റ് ചെയ്തിട്ടില്ലല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതായത് ഇതുപോലെയാണ് നമുക്ക് നെക്ക് കണ്ട, വല്ലാതെ വൈഡായിട്ട് പോയിട്ടൊന്നുമില്ല. നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്കിത് ഇടുമ്പോൾ മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു അളവൊക്കെ ആയിരിക്കും മിക്ക കുട്ടികൾക്ക്. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുമ്പോൾ ഒരുപാട് വണ്ണമുള്ള കുട്ടികളൊന്നും അല്ലല്ലോ. വണ്ണമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അവരുടെ നെക്കും അതുപോലെ തന്നെ ചെസ്റ്റ് അളവൊക്കെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മോള് തീരെ വണ്ണമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഈ ഒരു അളവിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെസ്റ്റ് ഒന്നല്ല, ശരിക്കും 10 വയസ്സിൻ്റെ വരെ, ഇതിനൊക്കെ കൂടുതൽ എടുക്കാം. ഒരു 28 വരെയൊക്കെ എടുക്കാം കേട്ടോ 10 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക്. അപ്പോൾ 26 ഒക്കെ എടുക്കാം എന്തായാലും. പക്ഷേ ഇത് മോള് തീരെ വണ്ണമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ, ഇത്രയുള്ള കട്ട് ചെയ്യാനൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ക്രോസ് പീസ് കട്ട് ചെയ്യണതൊക്കെ ഇനി ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു ക്ലോത്ത് നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് പോയതും സൈഡിൽ നിന്ന് ആ ഒരു ആം ഹോളൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുള്ള പീസുകളൊക്കെ ഇല്ലേ, അതിൽ നിന്നാണ് നമ്മളിനി ഈ ഒരു ക്രോസ് പീസുകളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒക്കെ തെറ്റിപ്പോവാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.